കേരളത്തിലെ നമ്മുടെ അമ്മത്തൊട്ടിലുണ്ട്. അതായത് കുട്ടികളെയൊക്കെ ഉപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാരണവശാൽ ഇപ്പോൾ വേണ്ടായിരുന്നു എന്ന് തോന്നി ഒരു കുഞ്ഞു ജനിക്കുമ്പോഴോ ഒക്കെ അവരുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ബന്ധുക്കളോ ഒക്കെ ആ കുഞ്ഞു മക്കളെ ഉപേക്ഷിക്കുന്നവരിടം, അത് സുരക്ഷിതമായി ഉപേക്ഷിക്കാൻ പറ്റുന്നവരിടം അവരെ സർക്കാരാണ് പിന്നീട് നോക്കുന്നത്. അവരെ പഠിപ്പിച്ച് അവർക്ക് ഏത് മേഖലയിലാണോ അവരുടെ അഭിരുചി ആ മേഖലയിലേക്ക് അവരെ വിടാനും, ഇനി ദത്തെടുക്കേണ്ടവർക്ക് അവിടെ ചെന്ന് ഈ പറഞ്ഞ പോലെ അതിൻ്റെ പ്രൊസീജിയർ ഒരുപാടുണ്ട്. ആ പ്രൊസീജിയറൊക്കെ അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ കുറച്ചധികം പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണെന്ന് വെച്ചാൽ പ്രശ്നങ്ങൾ എന്ന് ഉദ്ദേശിച്ചത് കുറച്ച് ഗൗരവമായ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത്തരം സർക്കാരിൻ്റെ പരിശോധന, മെഡിക്കൽ പരിശോധന ഒക്കെ കഴിഞ്ഞ ശേഷമേ ഒരു കുഞ്ഞിനെ ദത്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ ദത്തെടുക്കണമെന്നുള്ളവർക്കൊക്കെ ഈ ശിശുക്ഷേമ സമിതിയെ സമീപിക്കാവുന്നതാണ്. അപ്പോൾ അവിടെ ഇന്ന് രാവിലെ ഈ ക്രിസ്മസ് പുലരിയിൽ രാവിലെ 5:50 തിരുവനന്തപുരത്തെ ശിശുക്ഷേമ സമിതിയുടെ ആസ്ഥാനത്ത് ഒരു അമ്മത്തൊട്ടിലുണ്ട്. നമുക്ക് കുഞ്ഞിനെ അവിടെ കൊണ്ടുവച്ച ശേഷം അവിടെ മറ്റാരും കാണില്ല കേട്ടോ കൊണ്ടുവയ്ക്കുന്നത്. അപ്പോൾ ആരാണ് കുഞ്ഞിൻ്റെ അമ്മ അല്ലെങ്കിൽ ആരാണ് ഉപേക്ഷിക്കുന്നതെന്നൊന്നും അറിയാൻ കഴിയില്ല. അപ്പോൾ ആ അമ്മത്തൊട്ടിലിൽ കൊണ്ടുവച്ചാൽ ഒരു അലാറം കേൾക്കും. ആ അലാറം കേട്ട് കഴിയുമ്പോൾ ഉദ്യോഗസ്ഥർ വന്ന് നോക്കുമ്പോൾ അവിടെ ഒരു കുഞ്ഞുണ്ടായിരുന്നു. ഇന്ന് അങ്ങനെ ഒരു കുഞ്ഞ് അവിടെ കിട്ടിയിട്ടുണ്ട്. ഒരു പെൺകുഞ്ഞാണ്. 3 ദിവസം പ്രായമുള്ള ഒരു പെൺകുഞ്ഞിനെയാണ് ലഭിച്ചിരിക്കുന്നത്. ഈ വർഷം തിരുവനന്തപുരത്തെ ശിശുക്ഷേമ സമിതിയുടെ അമ്മത്തൊട്ടിലിൽ കിട്ടിയത് 22 കുഞ്ഞുങ്ങളെയാണ്. ഇത് 22ാമത്തെ കുഞ്ഞുവാവയാണ്. 3 ദിവസം മാത്രം പ്രായമുള്ള പെൺകുഞ്ഞാണ്. അപ്പോൾ ആരോഗ്യമന്ത്രി, കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. സന്തോഷം ഫേസ്ബുക്കിൽ പങ്കുവയ്ക്കുന്നു. ഒപ്പം തന്നെ ഈ കുഞ്ഞു മകൾക്ക് ഒരു പേര് നിർദ്ദേശിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആരുടെയെങ്കിലും മനസ്സിൽ നല്ല പേരുകൾ ഉണ്ടെങ്കിൽ ആ കുഞ്ഞു വാവയ്ക്കായി, നമ്മുടെയൊക്കെ കുഞ്ഞനുജത്തിയായി കുഞ്ഞു മകളായി എത്തിയ ആ കുഞ്ഞു വാവയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് ഒരു പെൺകുട്ടിക്ക് ഇടാൻ പറ്റുന്ന നല്ല പേരുകൾ മനസ്സിലുണ്ടെങ്കിൽ, ജാതി, മതം, വർഗം, വർണ്ണം ഒന്നും വേണ്ട, നിങ്ങളുടെ മനസ്സിൽ നല്ല പേരുണ്ടെങ്കിൽ അത് ആരോഗ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പേജിൽ കേരള ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ ഫേസ്ബുക്കിൽ അവർ കുറിച്ചിട്ടുണ്ട്. അതിന് താഴെ പോയി മറുപടി ഇട്ടാൽ നല്ല പേരാണെങ്കിൽ ആ കുഞ്ഞുവാവയ്ക്ക് ഒരു പേരും കിട്ടും. നിങ്ങളാണ് ഇട്ടതെന്ന് നിങ്ങൾക്ക് സ്വയം അഭിമാനിക്കുകയും ഒക്കെ ചെയ്യാം. ആ കുഞ്ഞുവാവയും നമ്മുടെ ഇടയിൽ സന്തോഷവതിയായി, സുന്ദരിയായി, വളരെ മിടുക്കിയായി പഠിച്ച് ഉയർന്ന് എല്ലാ ആശംസകളോടും നമുക്ക് നേരാം. ആ കുഞ്ഞ് നന്നായി വരട്ടെ എന്നുള്ളത്. അപ്പോൾ പേര് ഇടാൻ ഉണ്ടെങ്കിൽ, പേര് ഓർമ്മയിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി ഒരു പേരൊക്കെ ഇട്ടിട്ട് വരൂ. അപ്പോൾ അങ്ങനെയുമുള്ള സന്തോഷങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാം. NTV UAE to the world.